ഇന്നലെ ഇതുപോലെ ഗുഡ് മോർണിംഗ് കേരളമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് 8 മണിക്ക് ശേഷം നാടിനെ നടുക്കിയ ആ വാർത്തയുടെ വരവ് ബാലരാമപുരത്ത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലയിടത്തു നിന്നും ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ വരവ്, പല രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്നലെ വന്നതാണ് എല്ലാവരെയും വീണ്ടും വീണ്ടും ഞെട്ടിപ്പിക്കുന്നു. ഓരോ വാർത്തകളും അത്തരത്തിൽ കൂടുതൽ ഞെട്ടൽ ഉളവാക്കുന്ന തരത്തിലാണ്. അതിൽ തന്നെയാണ് ബാലരാമപുരത്തെ പുലർച്ചെയായപ്പോഴേക്കും ഒരു 2.5 വയസ്സുകാരിയെ കാണാനില്ല, കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. വല്ലാത്ത നിലയിൽ അവസാനം അതിൻ്റെ വിവരങ്ങൾ വരുമ്പോൾ അത് വലിയ തോതിൽ കുഞ്ഞിൻ്റെ അമ്മാവൻ തന്നെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നു എന്ന തരത്തിലേക്കാണ് വരുന്നത്. രാവിലെ ആ വാർത്ത തന്നെ തുടങ്ങി വെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ തന്നെ ആദ്യം നോക്കിപ്പോകാം. കാരണം പോലീസ് ഇന്നലെ രാവിലെ മുതൽ ഈ സംഭവം അറിഞ്ഞ നേരം മുതൽ ആ ബന്ധുക്കളെ പല രൂപത്തിൽ മാറി ചോദ്യം ചെയ്യുന്നു. ഈ മൊഴികളിലെ വൈരുദ്ധ്യം ഇതൊക്കെ വെച്ച് പിടിച്ചു കയറിയ പോലീസാണ് ഏറെ നേരം ഇപ്പോൾ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം സംബന്ധിച്ച പ്രതി ഒരുപാട് മണിക്കൂറുകളോളം പോലീസിനെ വല്ലാതെ വഴിതെറ്റിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറഞ്ഞും ഒക്കെ പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് വന്ന വാർത്തകളും പോലീസ് നൽകുന്ന വിവരവുമൊക്കെ അതാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ എല്ലാവരും നോക്കുന്നൊരു കാര്യം. ഇപ്പോൾ കമലേഷാണ് നമ്മളുമായി ഈ വിവരങ്ങൾ പങ്കുവെക്കാൻ ഇപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ചേരുന്നത്. കമലേഷ് തെക്കേക്കാട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ് കമലേഷ്. അപ്പോൾ രാവിലെ ഈ കേസിൻ്റെ പുറകെയാണല്ലേ? രാവിലെ തന്നെ നമ്മൾ ഇത്തരത്തിലൊരു വാർത്തയിൽ തന്നെ തീർച്ചയായും രാവിലെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്തരത്തിലൊരു വാർത്ത തന്നെ വെക്കേണ്ടി വരുന്നു എന്നതാണ് സങ്കടകരമായ കാര്യം. ഏതായാലും ഇതിൻ്റെ കാര്യങ്ങൾ ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരെ ഏറെ നേരം ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ കുട്ടിയുടെ അമ്മാവൻ തന്നെയാണ് കൊല നടത്തിയിട്ടുള്ളത് എന്ന നിലയിൽ ഇയാൾ സമ്മതിക്കുന്നത്, കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ്. എന്നാൽ ഇതിൽ എന്താണ് ഈ മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇനിയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുറ്റകൃത്യം നടത്തുന്നതിനുള്ള മോട്ടീവ് എന്താണ് എന്നത് കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. ഇന്ന് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യും. നിലവിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പ്രതിയുള്ളത്. അതോടൊപ്പം ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ആ നിലയിലുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇനിയിപ്പോൾ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയെ ഈ വീട്ടുകാർ അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് വിട്ടയക്കാം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതുവരെ അവർ പൂജപ്പുരയിലുള്ള മഹിളാ മന്ദിരത്തിൽ തന്നെ തുടരും. ആ നിലയിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ അവർ മഹിളാ മന്ദിരത്തിലാണുള്ളത്. ഈ പ്രതിയായിട്ടുള്ള കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇന്ന് വീണ്ടും ഈ പ്രതിയെ ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ആ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഏറെ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുന്നത്. അതുവരെയും ഈ തരത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഈ കുടുംബക്കാർ തന്നെ നൽകിക്കൊണ്ടിരുന്നത്. കുട്ടിയുടെ അമ്മമ്മയും അതുപോലെ തന്നെ അമ്മയും അമ്മാവനും എല്ലാം തന്നെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. വേണമെങ്കിൽ ഇവരെ വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്യാം എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസും ഉള്ളത്. ഏതായാലും ഒരു കാര്യത്തിൽ, അതായത് ഈ കുട്ടിയെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്, താൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്, ഒറ്റക്കാണ് കൊലപ്പെടുത്തിയത് എന്ന ഒരു മൊഴിയാണ് കുട്ടിയുടെ അമ്മാവൻ നിലവിൽ പോലീസിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് എന്താണ് ഈ കുറ്റകൃത്യത്തിനുള്ള മോട്ടീവ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇതിലൊരു വ്യക്തത വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ശരത്. റൈറ്റ്. കമലേഷ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ആളുകൾ പറയും, ഇങ്ങനെയൊരു അമ്മാവനും സഹോദരനും മനസാക്ഷി എന്ന ഘടകം ഇങ്ങനെ ചിന്തയുള്ളവർക്ക് ഇല്ലേ? ഈ ക്രിമിനൽ മനോഭാവത്തിലേക്ക് എന്തു ക്രൂരകൃത്യവും ചെയ്യാമെന്നൊരു മനോഭാവത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ എല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അത് അങ്ങേയറ്റം ഈ കേസിലൊക്കെ ഇങ്ങനെ ആളുകളെ വല്ലാതെ പൊള്ളിക്കുന്നത് അതുതന്നെയാണ്. ഇപ്പോൾ ഞെട്ടി ശീലമായി. വസ്തുതയാണ്. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഈ കൊടും കൊലപാതകങ്ങളുടെ കൊടും ക്രൂരതയുടെ
ക്രൂരകൃത്യങ്ങളുടെ വാർത്തകളൊക്കെ ഇങ്ങനെ നമ്മുടെ ആ ഞെട്ടൽ എന്നതൊരു ശീലമായി മാറുന്നു എന്നാണ് അനശ്വര അതേക്കുറിച്ച് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ. വസ്തുതയാണ്. പക്ഷേ അത് ആളുകളും കമലേഷ് പറഞ്ഞ പോലെ വല്ലാത്ത സങ്കടകരമായൊരു കാര്യമാണ്. രാവിലെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെ പറയേണ്ടി വരുന്നു എന്നുള്ളത്. പക്ഷേ വാർത്തയുടെ ഒരു ലോകത്ത് ഇതൊക്കെ പ്രധാനപ്പെട്ടതായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിലെ ഇന്നത്തെ തുടർ നടപടികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. കമലേഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പുകൾ, ഇതിലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഈ അമ്മയാവട്ടെ സഹോദരനാകട്ടെ, അതായത് അമ്മാവനാകട്ടെ, കുഞ്ഞിൻ്റെ അമ്മാവനാകട്ടെ, ഇവരൊക്കെ പറയുന്നത് പലതും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. പറഞ്ഞത് മാറ്റി പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും. അതിനിടയിൽ രാവിലെ പത്രങ്ങളിലൊക്കെ കണ്ട കാര്യം ഈ സഹോദരിയോട്, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയോട് ഈ അമ്മാവിന് പ്രതിക്ക് ശത്രുതയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇവരുടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു, 30 ലക്ഷം രൂപയോളം കാണാനില്ല എന്നോ മറ്റോ പറഞ്ഞു പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നു. അതുതന്നെയും ദുരൂഹമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ ശേഷം ഈ ഹരികുമാർ, ഈ പ്രതി, അയാളുടെ കട്ടിലും ആ മുറിയിൽ ചേർന്ന ഭാഗവും ഒക്കെ തീയിടാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. മുമ്പ് കമലേഷ് പറഞ്ഞല്ലോ, ഒരു കുറ്റകൃത്യത്തിന് പിന്നിൽ എന്താണ്, അതിന് പിന്നിലത്തെ ലക്ഷ്യം എന്താണ്, എന്തായിരുന്നു അതിന് പ്രേരിപ്പിച്ച ഘടകം എന്നതുപോലെയുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ കുറ്റകൃത്യങ്ങളിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവരോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കമലേഷ് പറഞ്ഞ മോട്ടീവ് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതി ചെന്താമരയെ പിടികൂടിയ ശേഷം സംസാരിക്കുമ്പോഴും അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ. എന്താണ് പ്രതിയുടെ ഇക്കാര്യത്തിലെ ഈ മോട്ടീവ് എന്താണ്, ലക്ഷ്യം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്ന ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. കേസുമായി ബന്ധപ്പെട്ടും നമുക്കറിയുക എന്നതിനപ്പുറം കേസ് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടത് കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്കാണ് പോലീസിന് ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ എത്തേണ്ടത്. അതിനുശേഷം ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ആ ഹാജരാക്കുന്നതിനൊപ്പം കൊടുക്കുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് സാധാരണയായി കമലേഷ് നമുക്ക് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ വിവരങ്ങളെ സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാവുക. FIR-ന് ശേഷമാണല്ലോ ഈ അന്വേഷണം വരുന്നത്. ആ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുന്ന പ്രാഥമികമായ വിവരങ്ങളൊക്കെ ഉള്ളത് റിമാൻഡ് റിപ്പോർട്ടിലാണ്. അതിനൊക്കെയായി ഇന്ന് കാത്തിരിക്കേണ്ടതായി വരും. ഈ വാർത്തയിൽ ഒരു വ്യക്തത കൂടി വരാൻ, അല്ലേ കമലേഷ്? തീർച്ചയായും ശരത്ത്, അതുതന്നെയാണ്. ഈ റിമാൻഡ് റിപ്പോർട്ടിലായിരിക്കും പോലീസിൻ്റെ ഭാഗം വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കോടതിയിൽ നൽകുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൂടിയാണ് നമുക്ക് കൂടുതൽ വ്യക്തത വരികയില്ല. ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം, അത് പോലീസ് ഭാഷയിൽ പറയുമ്പോൾ അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കിടയിൽ നമ്മളുടെ ഒരു സംശയം മാറുന്നതിനപ്പുറത്തേക്ക് കോടതിയിൽ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ പോലും കൃത്യമായി കോടതിയെ എന്താണ് പ്രതിയുടെ മോട്ടീവ് എന്നത് കൃത്യമായി ധരിപ്പിക്കേണ്ടതുണ്ട്. അതിൽ പോലീസിനൊരു കൃത്യത വരേണ്ടതുമുണ്ട്. ഏതായാലും ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതുകൂടി കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുന്നിൽ നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ചോദ്യം ചെയ്യലാണ് ഇന്നിപ്പോൾ തുടരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. രാവിലെ നിലവിലിപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പ്രതി ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ അടക്കം നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ അമ്മയെയും കുട്ടിയുടെ അമ്മയായ ശ്രീധുവിനെയും പോലീസ് ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഈ കുറ്റം താനാണ് ചെയ്തത് എങ്കിൽ പോലും അത് എന്തിനാണ് എന്ന കാര്യത്തിൽ ഈ പ്രതി അത് പറയുന്നില്ല. ഒരു വ്യക്തത അതിനകത്ത് വരുത്തുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ എന്തെങ്കിലും അമ്മയിൽ നിന്ന് കിട്ടുമോ എന്നത് അടക്കം പോലീസ് പരിശോധിച്ചേക്കുമെന്ന് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ ഒരു വിവരമനുസരിച്ച് ഈ അമ്മയെ ഇനി ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കുറ്റകൃത്യം നടത്തിയതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നത് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പോലും വളരെ കൃത്യമായി പ്രതിയുടെ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം വിശദമായി പോലീസിന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയേണ്ടതുണ്ട്. അതിന് മുൻപായി ഈ ചോദ്യം ചെയ്യലിൽ ഇതിലൊരു വ്യക്തത വരുത്തുക എന്നുള്ളതായിരിക്കും പോലീസിൻ്റെ ലക്ഷ്യം. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. ശരത്, ഏതായാലും ഇന്നത്തെ ആ സമയത്തേക്ക് ഒരു വാർത്തയുടെ ഒരു രീതിയൊക്കെ എല്ലാവർക്കും ഊഹിക്കാം. മാധ്യമങ്ങൾ എങ്ങനെ തിരക്ക് കൂട്ടി പ്രതിയെ ഇങ്ങനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നതും ഒക്കെ ഇങ്ങനെ തത്സമയം കൂടുതലായി എത്തിക്കാൻ വേണ്ടിയുള്ളൊരു വെപ്രാളവും വ്യഗ്രതയും ഒക്കെ ഒരു പകൽ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട്. ഏതായാലും അത് നമുക്ക് വഴിയെ കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളത് കൂടിയാണ്. കാരണം എന്തുകൊണ്ട് ഈ കൊലപാതകം എന്ന് ചോദിക്കുമ്പോഴും എന്ത് കാരണമായാലും ഈ കുഞ്ഞ് എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിലെ ഏറ്റവും വേദനാജനകമായ സാഹചര്യം എന്നുള്ളത്. നമുക്കത് വീണ്ടും ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്കുള്ള ക്രൂരതയുടെ മറ്റൊരു
തലമാണ് ഇന്നലെ നമ്മൾ ഈ കേസിൽ കണ്ടത്. ശരി, അപ്പോൾ കമലേഷിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കാം. രാവിലെ ഈ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് തന്നെയാണ് കമലേഷ് ഉള്ളത്. ആ ദൃശ്യങ്ങളിൽ അത് രാവിലെ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അവിടെ നിന്നാണ് വിവരങ്ങളൊക്കെ നൽകിയത്.